ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഡിഗ്രി ലെവലിൽ വരാനിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്ന ഒരു എക്സാം ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റ് 2027 അവസാനിക്കുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2025 പരീക്ഷ നടത്തി, നോട്ടിഫിക്കേഷൻ വന്ന് 2025 പരീക്ഷ നടത്തി 2026 അവസാനം ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്ന ഒരു എക്സാം ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ഇതിന്റെ ആദ്യത്തെ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി എന്ന് പറയുമ്പോൾ അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദം. ഓക്കെ, ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രിയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് എപ്പോഴാണ്? ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 30/11/2022 30/11/2022. ഓക്കെ, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്? ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ വരുന്ന നോട്ടിഫിക്കേഷന് 2/1/1989. ഓക്കെ, എന്താണ് 1989? 2/1/1989 ശേഷം ജനിച്ച വ്യക്തികൾക്ക് 2025 വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ജനറലിന് വന്നിട്ട് 36, OBCക്ക് 39, അതുപോലെ തന്നെ SC STക്ക് 41. ഓക്കെ, ഇതാണ് ഈ 2025 വരുന്നവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. 2/1/1989 ശേഷം ജനിച്ചവർക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഡിഗ്രിയാണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എന്താണ്? സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 39,300, 83,000 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ല സാലറി സ്കെയിലുള്ള ഒരു നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം ആണ്. 39,300 to 83,000. ഓക്കെ, വേക്കൻസി എന്ന് പറയുന്നത് എന്താണ്? ആന്റിസിപ്പേറ്റഡ് ആണല്ലേ. അതായത് ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്, ഒരുപാടല്ല, എന്നാലും ആന്റിസിപ്പേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് ഘട്ടമായിട്ടാണ് ഇതിന്റെ പരീക്ഷ നടത്തിയിരുന്നത്, പ്രിലിംസും മെയിൻസും. ഇപ്പൊ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താണ്? പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 മാർക്കായിരുന്നു. 50.59 മാർക്കായിരുന്നു. ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഓക്കെ, ഡിസ്ട്രിക്ട് വൈസ് അല്ല, അതുകൊണ്ട് തന്നെ 50.59 നല്ല കട്ട് ഓഫ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മെയിൻസിന്റെ കട്ട് ഓഫ് എന്തായിരുന്നു? മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 57 മാർക്കാണ്. എത്രയാണ്? 57 മാർക്കായിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്തിട്ട് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് എത്ര പേരായിരുന്നു? 770 പേരായിരുന്നു. എത്ര പേരായിരുന്നു? 770 പേരായിരുന്നു. ഓക്കെ, അപ്പൊ ലിസ്റ്റ് എന്ന് പറയുന്നത് 2024 എക്സാം നടത്തി 2027 കൂടിയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 3 വർഷമാണ് വാലിഡിറ്റി അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം വന്നു, ഈ വർഷം 2025, 2026 കഴിഞ്ഞ് 2027 ഒരു പുതിയ നോട്ടിഫിക്കേഷൻ, പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ 2024 വന്നു, 2027 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അഡ്വൈസ് എങ്ങനെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഉള്ള നിയമന നില എന്നുള്ളത് നോക്കിയാലോ. ഇപ്പോഴത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് 227 എത്രയാണ്? 227 ഇപ്പോഴത്തെ അഡ്വൈസ് എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ജസ്റ്റ് 1 ഇയർ മാത്രമേ ആയിട്ടുള്ളൂ, 1.5 ഇയർ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി 1.5 വർഷം കൂടെ ഉണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടും. ഓക്കെ, അപ്പൊ 227 ഇതിന്റെ ഇപ്പോഴത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 6/5/2025 ഓക്കെ, 6/5/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും പോയിരിക്കുന്നത് 150 ആർക്കാണ്? 150ാമത്തെ റാങ്കുകാരനാണ് OC-യിൽ നിന്നും പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ കുറിച്ച് ഇന്ന് പറയാനായിട്ട് ഉള്ളത് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മെയിൻ ഡൗട്ട് വരാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലെ, വയസ്സിന്റെ ഒരു ഇതായിരിക്കും. ഇതാണ് കേട്ടോ. ഇതൊന്ന് 2/1/1989 ഓക്കെ, 1989 ശേഷം ജനിച്ചിട്ടുള്ള ആർക്കും തന്നെ 2025 വരുന്ന നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് എക്സാമിന്റെ അസിസ്റ്റന്റിന്റെ എക്സാമിന്റെ പഠനം എക്സാം കഴിഞ്ഞതും അതോടുകൂടി നിർത്താതിരിക്കുക, വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക. കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും ശരി, കമ്പനി ബോർഡ് ആണെങ്കിലും ശരി, ഒക്കെ വരാനായിട്ട് പോകുന്നുണ്ട്. നല്ല നല്ല ഡിഗ്രി ലെവൽ എക്സാംസ് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിത്തം സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക.
നല്ല രീതിയിൽ ഒരു സാലറി സ്കെയിൽ ഉള്ള ഒരു എക്സാം ആണ് അല്ലെ. നല്ല രീതിയിൽ സാലറി സ്കെയിൽ ഉണ്ട്, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പരീക്ഷ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോൺഫിഡൻസ് വിടാതെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏതെങ്കിലും എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.